ഹനുമാനോട് പറയാണ്, ഹനുമാന്റെ തോളിൽ ഞാനാണ് കയറുന്നത് ശ്രീരാമചന്ദ്രൻ, അംഗദന്റെ തോളിൽ ലക്ഷ്മണനെ കയറ്റണം, അതുപോലെ മറ്റുള്ള വാനരന്മാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സേതു ബന്ധിക്കണം, സുഗ്രീവൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെ വമ്പിച്ച വാനരപ്പടയുമായി അവരങ്ങോട്ട് യാത്ര തുടരുകയാണ്. ഈ യാത്ര അങ്ങനെ തുടർന്ന് ആകാശത്ത് നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ചന്ദ്രൻ ഉദിച്ചാൽ എങ്ങനെയാ, അല്ലെങ്കിൽ പകൽ സമയത്ത് സൂര്യൻ ഉദിച്ചു നിന്നാൽ എങ്ങനെയാ, അങ്ങനെ ശോഭിച്ചു ശ്രീരാമചന്ദ്രൻ അവരുടെ ഇടയിൽ എന്ന് പറയാ. വാനരന്മാർക്ക് സാധാരണ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ വലിയ സന്തോഷത്തിലാത്ര വാനരന്മാര് ഒരു വിനോദയാത്ര പോകുന്നത് പോലെ എത്ര ആർപ്പ് വിളിച്ച് ഉല്ലസിച്ച് അവരങ്ങനെ യുദ്ധയാത്രയ്ക്ക് പോവുകയാണ്. ആരാ കൂടെ ഉള്ളത്? ശ്രീരാമചന്ദ്രനാ. പിന്നെ എന്തിനാ പേടിക്കണേന്ന് ഓർത്തിട്ട് അവർ ഭഗവാന്റെ കൂടെ സന്തോഷത്തോടു കൂടി യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. വേറൊരു ചിന്തയുണ്ടായില്ല. അവർ ആർത്ത് വിളിച്ച്, നമ്മുടെ കുട്ടികളെ ഇപ്പോൾ എക്സ്കർഷന് കൊണ്ടുപോകുമ്പോൾ ടീച്ചറായതുകൊണ്ട് നല്ല അനുഭവമാണ്. ബസ്സിലങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് പോയ എന്താ അതിലത്തെ അലമ്പ് കേൾക്കാറില്ലേ, അതുപോലെ ആർപ്പും വിളി ആയിട്ട് കളിച്ച് പൊളച്ച് അല്ലെ, ഡാൻസൊക്കെ കളിച്ചിട്ടല്ലേ ടൂറ് പോവുക. അവരങ്ങനെ കളിച്ച് പൊളച്ച് ഭഗവാന്റെ കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് യാത്രയായി. സമുദ്രം നടന്നെടുക്കും പോലെ തോന്നി ഇത്ര രാവണൻ ഇവിടുന്ന് എത്തി നോക്കിയപ്പോൾ. ഒരു സമുദ്രം ഇങ്ങനെ നടന്നെടുത്ത് വന്നാൽ എന്താ അവസ്ഥ? അത്രയും വാനരപ്പട ഉണ്ട് എന്ന്. അവർ പോകുന്ന വഴിക്ക് നമ്മുടെ കുട്ടികളെ പോലെ തന്നെ നമ്മൾ എന്താ കൊടുത്താക്കിയാൽ കുറച്ച് ഉണ്ണിയപ്പം ചുട്ട് കൊടുക്കും, പഴം പുഴുങ്ങി കൊടുക്കൂലേ, ഇതൊന്നും പോരാ പുറത്തുനിന്ന് വാങ്ങി കഴിക്കും. ഇവർ കണ്ട കായ്കനികളൊക്കെ പറിച്ച് കഴിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതവും അന്നത്തെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. രാമായണം രാമൻ്റെ സഞ്ചാരം മാത്രമല്ല, നമ്മളെല്ലാം രാമന്മാരാ, നമ്മളുടെ യാത്രയാണ്, ജീവിതമാണ് എന്ന്. ഇങ്ങനെ കാടും പർവ്വതങ്ങളും നദിയുമെല്ലാം കടന്ന് അവർ സമുദ്രതീരത്തെത്തി. ഭഗവാൻ സന്ധ്യാവന്ദനം ചെയ്തു. കടൽ കടക്കാനുള്ള ഉപായം തുടങ്ങി. അങ്ങനെ അഗ്നിപുത്രനായ നീലൻ എന്ത് ചെയ്തു എന്നോ, സേതു ബന്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു സുരക്ഷ വാനര സൈന്യത്തിനെ വെച്ചുകൊണ്ട് സുരക്ഷ നിർമ്മിച്ചു. അതിനുശേഷം മായാവികളായ രാക്ഷസന്മാർ നമ്മളെ ഉപദ്രവിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും സുരക്ഷിതരായിട്ട് ഓരോ ഭാഗത്ത് നിർത്തി. ഭഗവാൻ സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് കഴിഞ്ഞു വന്നിട്ട് പർവ്വതത്തിൻ്റെ ഭാഗത്ത് വിശ്രമിച്ചു എന്ന് പറയാം. കവികൾ, ഈ വാനരന്മാര് സമുദ്രവും അതിലെ ഒരുപാട് മുതലകളും എല്ലാം കണ്ടപ്പോൾ ആകെ പേടിയായി. എന്തായാലും സന്തോഷമായി. എന്താ നമുക്കിത് കടക്കാനാവോ തമ്മിൽ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ പറയാ, നമ്മുടെ കൂടെ ശ്രീരാമചന്ദ്രനല്ലേ ഉള്ളത്, കടക്കാം. നല്ല പേടി തോന്നിയ ചില വാനരന്മാരൊക്കെ രാമചന്ദ്രന്റെ അടുത്ത് അവിടെ പോയിരുന്നു എന്ന്. നമ്മൾ പേടി തോന്നിയ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിരിക്കില്ലേ, അതുപോലെ കേവലം കുഞ്ഞുങ്ങളെ പോലെ രാമചന്ദ്രസ്വാമിയോടുള്ള ഭക്തിയോടെ ആദരവോടെ വിശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ പോയി കിടന്നവർ ഉറങ്ങുകയാണ്.